അമേരിക്കയും ചൈനയും തമ്മിൽ താരിഫ് ചുമത്തിയതുമായി ബന്ധപ്പെട്ടുണ്ടായ അസ്വാരസ്യങ്ങളെ തുടർന്ന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി ചർച്ചയിൽ ഏർപ്പെടാൻ തിടുക്കമില്ലെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഈ ആഴ്ച ആദ്യം ട്രംപ് ഭരണകൂടം എല്ലാ ചൈനീസ് ഇറക്കുമതികൾക്കും 10% അധിക തീരുവ പ്രഖ്യാപിച്ചിരുന്നു. നിലവിലുള്ള തീരുവകൾക്ക് പുറമെയാണ് ട്രംപ് ചൈനയ്ക്കെതിരെ വീണ്ടും നികുതി ചുമത്തിയത്. പക്ഷെ ചൈന വെറുതെ ഇരുന്നില്ല. അമേരിക്കയുടെ താരിഫുകൾക്കെതിരെ ലോക വ്യാപാര സംഘടനയിൽ കേസ് ഫയൽ ചെയ്തുകൊണ്ട് ചൈന ശക്തമായി പ്രതികരിച്ചിരിക്കുകയാണ്. കൂടാതെ താരിഫ് പ്രശ്നം പരിഹരിക്കുന്നതിന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഭാഷണത്തിന്റെ പ്രാധാന്യം ഊന്നി പറയുകയും ചെയ്തിട്ടുണ്ട്. കൽക്കരി, ദ്രവീകൃത പ്രകൃതിവാതകം എന്നിവയ്ക്ക് 15% തീരുവയും അസംസ്കൃത എണ്ണ, കാർഷിക യന്ത്രങ്ങൾ എന്നിവയ്ക്ക് 10% തീരുവയും ഉൾപ്പെടെ അമേരിക്കയിലെ പ്രധാന കയറ്റുമതികളെ ലക്ഷ്യം വെച്ചുള്ള പ്രതികാര തീരുവകളും ചൈന നടപ്പാക്കിയിട്ടുണ്ട്. കൂടാതെ അമേരിക്കൻ ടെക് ഭീമനായ ഗൂഗിളിനെതിരെ ചൈന ഒരു ആന്റി ട്രസ്റ്റ് അന്വേഷണവും ആരംഭിക്കുകയും ചെയ്തു. ഇത് വ്യാപാര തർക്കം സാങ്കേതിക മേഖലയിലേക്ക് വ്യാപിക്കാനുള്ള സാധ്യതയെ സൂചിപ്പിക്കുന്നതാണ്. ചൊവ്വാഴ്ച വൈറ്റ് ഹൗസിൽ നടന്ന പത്രസമ്മേളനത്തിൽ ഷീ ജിൻപിങ്ങുമായി എപ്പോഴാണ് ചർച്ച നടത്താൻ ഉദ്ദേശിക്കുന്നതെന്ന് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഉചിതമായ സമയത്ത് തന്റെ ചൈനീസ് എതിരാളിയുമായി സംസാരിക്കുമെന്നായിരുന്നു ട്രംപിന്റെ മറുപടി. ഷീ ജിൻപിങ്ങുമായി ചർച്ച നടത്താൻ തനിക്ക് തിടുക്കമില്ലെന്നും ട്രംപ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരുന്നു. അത്തരം ചർച്ചകളുടെ ഫലം എന്തായിരിക്കുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നുവെന്നും ചൈനയുടെ പ്രതികാര തീരുവകളുടെ ആഘാതം തള്ളിക്കളയുന്നുവെന്നും ട്രംപ് കൂട്ടിച്ചേർത്തിരുന്നു. അതേസമയം ട്രംപ് ഷീ കൂടിക്കാഴ്ച ഇതുവരെ ഷെഡ്യൂൾ ചെയ്തിട്ടില്ലെന്ന് വൈറ്റ് ഹൗസ് വക്താവ് കരോലിൻ ലീവിറ്റ് ചൊവ്വാഴ്ച മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരുന്നു. എന്നാൽ ചൈനീസ് പ്രസിഡന്റ് ഈ വിഷയത്തിൽ അയഞ്ഞ നിലപാടിൽ എത്തിയിട്ടുണ്ടെന്ന് അവർ പറയുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സുസ്ഥിരവും ആരോഗ്യകരവുമായ ബന്ധം ഉറപ്പാക്കാൻ അമേരിക്ക ചൈനയുമായി സഹകരിക്കുമെന്ന് ചൈന പ്രതീക്ഷിക്കുന്നതായി അമേരിക്കയിലെ ചൈനീസ് എംബസിയുടെ വക്താവ് ലിയു പിങ്ങും പറഞ്ഞതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു. കഴിഞ്ഞ ആഴ്ച കാനഡയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നുമുള്ള ഇറക്കുമതിക്ക് 25% തീരുവ ഏർപ്പെടുത്തിയ ശേഷം അയൽ രാജ്യങ്ങളിലെ നേതാക്കളുമായി നടത്തിയ ചർച്ചകളെ തുടർന്ന് ട്രംപ് ഈ നടപടികൾ താൽക്കാലികമായി നിർത്തിവെച്ചിരുന്നു. അതിർത്തി സുരക്ഷ വർദ്ധിപ്പിക്കാനും അമേരിക്കയിലേക്കുള്ള നിയമവിരുദ്ധ മയക്കുമരുന്നുകളുടെ ഒഴുക്ക് തടയുന്നതിനുമുള്ള നടപടികൾ സ്വീകരിക്കാനും ഇരു രാജ്യങ്ങളും സമ്മതിച്ചിട്ടുണ്ട്. ഇതോടെ താരിഫ് ഏർപ്പെടുത്തുന്നത് ഒരു മാസത്തേക്ക് നിർത്തിവെച്ചിട്ടുണ്ട്. അതേസമയം അമേരിക്കൻ എണ്ണയുടെയും വാതകത്തിന്റെയും വാങ്ങൽ വർദ്ധിപ്പിച്ചില്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനുമേൽ തീരുവ ചുമത്തുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഭീഷണി അമേരിക്കയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള വരാനിരിക്കുന്ന വ്യാപാര യുദ്ധത്തെക്കുറിച്ചുള്ള ആശങ്കകൾ യൂറോപ്യൻ യൂണിയൻ നേതാക്കൾക്കിടയിൽ ഉയർന്നിട്ടുണ്ട്. ഇരുപക്ഷവും തമ്മിലുള്ള ശക്തമായ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനായി ബ്രസൽസ് അമേരിക്കയുമായുള്ള ചർച്ച നടത്താൻ തയ്യാറാണെന്ന് യൂറോപ്യൻ കമ്മീഷൻ മേധാവി ഉർസുല വോൺ ഡെർ ലെyen പ്രസ്താവിച്ചിട്ടുണ്ട്.